കണ്ണനെ കണി കാണാൻ വൻ ഭക്തജന തിരക്ക്. മേടപ്പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ വച്ചിരുന്നു. ഇതിന് താഴെയായാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പൊരുക്കിയിരുന്നത്. 2:45 കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിന് പുറമെ നമസ്കാരം മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു. ഗുരുവായൂരപ്പനെ തൊഴുതു, കണി കണ്ടു. ഭയങ്കര തിരക്കാണ് ഗുരുവായൂരമ്പലത്തിൽ. ഗുരുവായൂർ ഭക്തയാണ് ഞാൻ. കണി ദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനുള്ള ഭക്തജന തിരക്ക് തുടർന്നു. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. വിഷു സദ്യയും ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കണി കണ്ട് വിഷു കൈനീട്ടവും വാങ്ങി വിഷു സദ്യയുമുണ്ട്. ഗുരുവായൂരപ്പ ഭക്തർ ഒരു വിഷുദിനം കൂടി അവിസ്മരണീയമാക്കി. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ.